ഇന്ന് ഞാനും നന്ദിക്കുട്ടനും കൂടി ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം ഞാനും നന്ദിക്കുട്ടനും കൂടി ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നത്. ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ട് ഓട്ടോയിൽ കയറി. അപ്പം നന്ദിക്കുട്ടന് ചെറിയൊരു കൺഫ്യൂഷൻ. സാധാരണ അമ്മമ്മ ഉണ്ടാവാറുണ്ടല്ലോ, ഇന്ന് അമ്മമ്മ ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ചോദിച്ചു അമ്മമ്മ ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അമ്മയും ചുണ്ടും കൂടിയേ പോണേന്ന് അമ്പാട്ടിയിൽ കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നന്ദിക്കുട്ടന് ഒരു റെയിൻ കോട്ട് വാങ്ങിക്കാൻ കയറി. ഞങ്ങൾ ആദ്യം ഒരു കുഞ്ഞ് റെയിൻ കോട്ട് കിട്ടി നന്ദിക്കുട്ടൻ്റെ പാകത്തിന് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു തൊപ്പി വാങ്ങിക്കാൻ പോയി. നന്ദിക്കുട്ടന് ഒരു കുഞ്ഞ് ക്യാപ്പ് വാങ്ങിച്ചു. അപ്പോൾ നന്ദിക്കുട്ടൻ തന്നെ സെലക്ട് ചെയ്ത ക്യാപ്പാണിത്. ഇതിൽ JCBയും ട്രക്കും ഒക്കെ ഉണ്ട്, ലൈറ്റൊക്കെ കത്തും. നന്ദിക്കുട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ നന്ദിക്കുട്ടനും കൂടി നടന്ന അമ്പലത്തിലേക്കാണ് പോയത്. തൃപ്പൂണിത്തുറയിൽ വന്ന അമ്പലത്തിൽ പോവാതെ ആനക്കുട്ടനെ കാണാതെ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. അമ്മമ്മ കഴിക്കണ കണ്ടോ പ്രാവ്. കൊമ്പനാന വരും. തമ്പോ തൊഴുതിട്ട് നന്ദിക്കുട്ടൻ ഓടി ആനക്കുട്ടനെ കാണാൻ വേണ്ടി. ആനക്കുട്ടനെ കാണാൻ കൊതിയായിട്ട് ഇരിക്കുമായിരുന്നു. കുറേ നേരം ആനക്കുട്ടനെ കണ്ടു, കുറേ വർത്താനൊക്കെ പറഞ്ഞു ആനക്കുട്ടനോട്. ബൈ പറയാ, പിന്നെ വരാന്ന് പറയും. പിന്നെ വരാം. ആനക്കുട്ടനെ കണ്ടിറങ്ങിയപ്പോഴാണ് ശീവേലിയുടെ മേളം കേട്ടത്. അപ്പം നന്ദിക്കുട്ടൻ ചെണ്ടാന്ന് പറഞ്ഞ് ഓടുമായിരുന്നു. വരുമ്പോൾ ആന കുളിക്കുമായിരിക്കും അല്ലേ നന്ദിക്കുട്ട? ഇപ്പോൾ ആന ഇവിടെ ഉണ്ട്, കുളിച്ചു കഴിഞ്ഞു. ശിവേലി കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും കൂടി ആനക്കുട്ടനെ കാണാൻ വന്നു. പോവാന്ന് പറയാനായിട്ട് നന്ദിക്കുട്ടൻ ടാറ്റയൊക്കെ പറഞ്ഞു. നന്ദിക്കുട്ടൻ എല്ലാ പ്രാവിനെയും ഓടിച്ച് ഓടിൻ്റെ മേളിൽ കയറ്റി. ഇനി 2-3 പ്രാവും കൂടി ഉണ്ട്, അതിനെ ഓടിച്ച് വേഗം ഓടിൻ്റെ മേളിൽ കയറ്റി. എന്നിട്ട് ഞങ്ങളൊരു ഓട്ടോയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് അമ്മമ്മൊക്കെ കഴിച്ച് നന്ദിക്കുട്ടൻ സുഖമായിട്ട് കിടന്നുറങ്ങി.